നിങ്ങളുണ്ടാകുക എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ട് മുമ്പുണ്ടായിരുന്നതിനകത്തു നിന്നുള്ള തുടർച്ചയിലാണത്. ഒരു അണ്ടവും ബീജവും തമ്മിൽ ചേർന്നിട്ടാണ് നിങ്ങളുണ്ടായെന്ന് പറയുന്നത്. അതെ, തീർച്ചയായും. പക്ഷെ അവിടെ വരയിടണ്ടേ? അപ്പൊ അണ്ടം ഇല്ലാതായി പോയോ? ബീജം ഇല്ലാതായി പോയോ? ഞാൻ അങ്ങനെ പറയല്ല, താങ്കളല്ലേ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാകാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്ക്. അതിന് പകരം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കിയാൽ മതി. ബീജവും അണ്ടവും തമ്മിൽ ചേർന്നിട്ട് നിരന്തരം മാറുന്നതായിട്ടാണ് ഈ നിങ്ങളിരിക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങളുണ്ടായത് ഈ ബീജവും അണ്ടവും ചേർന്ന നിമിഷമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് വഴിയാണ് തുടക്കം ഉണ്ടാകുന്നത്. അല്ല, താങ്കൾക്ക് ഞാൻ ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം നിങ്ങൾ വരയ്ക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം പറഞ്ഞാൽ മതി. ഞാനത് ചോദിച്ചിട്ടില്ല. അതെ, എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം എന്നോട് പറഞ്ഞാൽ മതി. അല്ല പറയണ്ട. കാരണം നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. താങ്കൾ പറയുന്നത് കേട്ടാ മതി എന്നുള്ള കാര്യമൊക്കെ നിങ്ങളല്ലേ, അങ്ങനത്തെ ആ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? താങ്കൾ പറയുന്നത് മാത്രം കേട്ടാ മതി എന്ന് കേട്ടാ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചെന്തിനാ എന്നോട്? അല്ല, താങ്കളോട് എന്നോട് ചോദ്യം ചോദിച്ച ആരാണ്? ഞാനാണ് ചോദ്യം ചോദിച്ചത്. അതുകൊണ്ടാ കേക്ക്. അപ്പം അത് ചോദ്യം ചോദിച്ച ആളിന് ഉത്തരവാദിത്വമുണ്ട് മറ്റേ ആളെ കേൾക്കാൻ. തീർച്ചയായും ഞാൻ പറയുമ്പം അത് കേട്ടതിന് ശേഷം ചോദ്യം ചോദിക്കണം. അപ്പോൾ പ്രപഞ്ചം ഉള്ളതാണ്.